അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിലാണ്. അപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് ആദ്യത്തെ ജുമാ നടന്ന മുസ്ലിം പള്ളി കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഐതിഹ്യങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്കൊരു ചരിത്രം ഉണ്ടാക്കാനാവില്ല, പക്ഷേ ഈ കാണുന്ന പള്ളിക്കൊരു ചരിത്രമുണ്ട്. ഇതാണ് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ്. കൂടാതെ ഇന്ത്യയിലെ ആദ്യ ജുമാ നടന്ന വെള്ളിയാഴ്ച നമസ്കാരം നടന്ന പള്ളി കൂടിയാണ്. ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ അന്നുണ്ടായിരുന്ന പഴയ പള്ളിയുടെ ഒരു രൂപമാണ് ഇന്ന് ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ പള്ളിയുടെ പൂർണ്ണരൂപം. പൈതൃക പുനരുദ്ധാരണ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് പള്ളി പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുതിയതായിട്ട് വെച്ചിരിക്കുന്ന പഴയ പള്ളി അതേപടി നിലനിർത്തിക്കൊണ്ട് പുതിയ രൂപത്തിൽ പണിതിരിക്കുന്ന കാഴ്ച, അതിൻ്റെ ഉൾഭാഗമൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. 1974 ഭാഗികമായി പൊളിച്ചു കളഞ്ഞ ചേരമാൻ പള്ളി പുനഃസ്ഥാപിക്കാനായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. അങ്ങനെ മുമ്പുണ്ടായിരുന്ന പള്ളി പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം എനിക്കൊന്ന് ഫിനിഷിംഗ് ആയി, കുറച്ച് ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ഇനി വരാനുള്ളൂ. ഇപ്പോൾ ഈ റമദാനിൽ പൂർണ്ണമായും തുറന്നു കൊടുത്ത് എല്ലാവർക്കും നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്ന് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളെല്ലാം പൊളിച്ചു കളയുകയും അതേ അളവിൽ ഇവിടുത്തെ സാധന സാമഗ്രികൾ ഉപയോഗിച്ച് തന്നെ വീണ്ടും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന രീതിയിലാണ്, ഇവിടുത്തെ പൈതൃകം അപ്പടി നിലനിർത്തുന്ന രീതിയിലാണ് ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയണം. പഴയ പള്ളിയിൽ അധികം ആളുകളെ ഒന്നും ഉൾക്കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 തലത്തിലാണ് നിർമ്മാണ ഘട്ടങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ തടിയുടെ കുറേ വർക്കുകൾ നമുക്ക് കാണാം. പലതരത്തിലുള്ള തടിക്കൂട്ടുകളാണ്. അത് ഈ മുകൾ ഭാഗത്ത് ഇപ്പം അങ്ങനെ കയറ്റിവിടുന്ന അല്ലെങ്കിൽ ഈ പണി പൂർത്തിയായതിനു ശേഷം അങ്ങോട്ട് ആരെയും കടത്തിവിടാറില്ല. അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് മുകളിലോട്ട് കയറുന്ന ഭാഗം. ഈ കാണുന്നത് വാതിൽ എന്ന് പറഞ്ഞാൽ അകത്തെ പള്ളിയിലേക്കുള്ള കവാടമാണ്. വലിയങ്കോട് ഉമർ ഗാസി അഥവാ വെളിയങ്കോട് ഉമർ ഖാലി എന്നൊക്കെ പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കവിയും കൂടിയായിരുന്നു. അന്ന് മുസ്ലിം വലിയ ഒരു പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്ന കരുതപ്പെടുന്ന ഒരു കുറിപ്പാണ് നമ്മൾ കണ്ടത്. പിന്നെ അന്ന് ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഈ മേളിലോട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ ഒരു തടിപ്പണിയൊക്കെ അവിടുന്ന് കയറിയാണ്. അതിപ്പോൾ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പള്ളി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ പൂട്ടി, ഇപ്പോൾ അങ്ങോട്ട് ആരെയും കയറ്റുന്നില്ല. ഇപ്പോൾ ഈ ഒരു തൂക്കുവിളക്കുണ്ട് ഇവിടെ. ഈ തൂക്കുവിളക്കിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഈ റമദാനിൽ തന്നെ പള്ളിയിലെ പണികളെല്ലാം പൂർത്തീകരിച്ച് ആളുകൾക്ക് വിശാലമായ രീതിയിൽ ഇവിടം സന്ദർശിക്കാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ധാരാളം പേര് റമദാനായി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഖബർ സിയാറത്തിനും ജാറം സിയാറത്തിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ വാതിലാണ്, നമ്മുടെ മെയിൻ പള്ളിയിലേക്ക്, അകത്തെ പള്ളിയിലേക്ക് കയറാനുള്ള വാതിലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 വശത്തും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെളിയങ്കോട് ഉമർ ഖാലിയുടെ അവിടെ സന്ദർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ കയറുന്നതിന് മുമ്പായിട്ട് പ്രവേശന കവാടത്തിൻ്റെ അവിടുന്ന് കയറുമ്പോൾ ഉള്ള ഭാഗത്തെ കുറച്ച് പണികളാണ്, തടി വർക്കുകളാണ് ഈ കാണുന്നത്. ഈ പള്ളിയുടെ പൂമുഖപ്പടി എന്ന് വേണമെങ്കിൽ പറയാം. ആ പടിയിൽ നിന്നും കയറി വരുന്ന, പണ്ട് കാലങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു പദപ്രയോഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് കയറി വരുന്ന ഭാഗവും ഇതിൻ്റെ അകത്തെ കാഴ്ചകളുമാണ്. വലിയ സൗകര്യമുള്ള പള്ളിയൊന്നുമല്ല, അന്ന് ചെറിയൊരു പള്ളി തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ കഥകളും കാര്യങ്ങളുമൊക്കെ ഓരോ മുറിയിലേക്ക് അല്ലെങ്കിൽ പള്ളിയുടെ അകങ്ങളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന വാതിലിൻ്റെ തടി വർക്കുകളിലുള്ള അന്നത്തെ ഒരു പഴയ രൂപം, അതൊക്കെ കാണാനുള്ള ഒരു ഭംഗി, ഇതെല്ലാം അന്ന് ഉപയോഗിച്ചിരുന്ന അതേ അളവിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് പണിതിരിക്കുന്നതാണ്. അന്നുണ്ടായിരുന്ന തടിയാകണമെന്നില്ല, ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ രീതിയിലുള്ള വാതിലുകളും ഉരുപ്പടികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ജനലും കാര്യങ്ങളുമൊക്കെ അതേ രീതിയിൽ തന്നെ പണിതു വച്ചിരിക്കുന്നു. റമദാനിലേക്ക് എത്തുമ്പോഴും റമദാൻ ആകുമ്പോഴും ഇതിൻ്റെ ചെറിയ വർക്കുകളാണ്. എല്ലാം കഴിഞ്ഞുവെങ്കിലും ചെറിയ ടച്ചപ്പ് ഫിനിഷിംഗ് എന്നൊക്കെ പറയുകയല്ലേ, ആ ഒരു വർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ തൂക്കുകളൊക്കെ ആണെങ്കിലും മറ്റ് മിഹ്റാബിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, വാതിലിൻ്റെയൊക്കെ ഒരു പോളിഷിംഗ് വർക്ക് എല്ലാം പൂർത്തീകരിച്ചു എങ്കിൽ പോലും ലാസ്റ്റ് ഒരു ടച്ചപ്പ് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കി വരാനുള്ള. എനിക്ക് തോന്നുന്നത് റമദാൻ്റെ ആദ്യ ഒരു പകുതിയിൽ തന്നെ എല്ലാം പൂർത്തീകരിക്കും.
സന്ദർശകർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, നിത്യം സന്ദർശകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഖബർ സിയാറത്തും ഇതിനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും അല്ലെങ്കിൽ മേളിലുള്ള വർക്കുകൾ, അങ്ങനെ കൊത്തുപണിയായിട്ടല്ല, മേളിൽ വന്നിരിക്കുന്ന വർക്കുകൾക്ക് ഇന്ന് LED ലൈറ്റ് ഫിനിഷിങ്ങും ഒക്കെ കൊടുത്ത് വളരെ വ്യത്യസ്തമായ ഒരു ഫീല് വൈകിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ രാത്രിയൊക്കെയാണെങ്കിൽ അത്രയും നല്ല രസമായിരിക്കും. അതുകൊണ്ട് ഇവിടെ സിയാറത്തിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ തൂക്കുവിളക്ക് കണ്ടിട്ട് ഒരു സന്ദർശിക്കാൻ വന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇവിടെ ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട്. ഈ തൂക്കുവിളക്കിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, കൃത്യമായിട്ട് ഇങ്ങനെ കൊത്തിവെച്ച് അന്നത്തെ ആ ടൂൾസ് ഉപയോഗിച്ച് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് ലിപികൾ കണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു വാതിലിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. പണ്ടുണ്ടായിരുന്ന വാതിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പുതിയ രീതിയിൽ വെച്ചിരിക്കുന്നതൊക്കെ വാതിലുകളാണിത്. ഓരോ ഗ്രൂപ്പായിട്ട് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ വാതിലൊക്കെ കണ്ടു കഴിയുമ്പോൾ വളരെ അതിശയത്തോടെ അന്നുണ്ടായിരുന്ന വാതിലാണോ, അപ്പോൾ ഇന്ന് അവർ തന്നെ ചെക്ക് ചെയ്ത് നോക്കി അവർ തന്നെ സംശയത്തിൻ്റെ രീതിയിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നാം ചർച്ച ചെയ്ത് നമുക്ക് കാണാം. ജാറം സിയാറത്തിന് അവിടെ ഈ ആൾക്കാരൊക്കെ എപ്പോഴും വന്നും പോയൊക്കെ നിൽക്കുന്ന സമയമാണ്. ഒരു ഗ്രൂപ്പ് പോയാൽ ഉടനെ അടുത്ത ഗ്രൂപ്പ് അവിടെ കാണും. അപ്പോൾ ഇത് നമ്മൾ ഈ പള്ളിയുടെ പൂമുഖപ്പടി എന്ന് നേരത്തെ പറഞ്ഞു, ആ ഭാഗത്തു നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. പല ആംഗിളിൽ നിന്ന് എടുക്കുമ്പം ഉള്ള വീഡിയോ ആണ്, കൊത്തുപണികളൊന്നുമല്ല, ഈ തടി കൊണ്ടുള്ള പല വർക്കുകൾ അത് നമുക്ക് കാണാം. പിന്നെ അകത്തേക്ക് കയറുമ്പം നമ്മൾ രണ്ടാമത് ചെന്ന് കഴിഞ്ഞപ്പോഴും ആൾ അതിൻ്റെ അകത്ത് നിറഞ്ഞിരിപ്പുണ്ട്. ജാറം സിയാറത്തിനും ഖബർ സിയാറത്തിനും ഒക്കെ ആയിട്ട് എപ്പോഴും ആളുകളുണ്ട് സദാസമയം. റമളാനായപ്പം ഇതൊരു സീസണാണ്, ഒത്തിരി ആളുകൾ വരും ഇവിടെ നമസ്കരിക്കാനും നോമ്പ് തുറക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. പിന്നെ ആ വാതിലിൻ്റെ മാതൃക ഇന്നത്തെ രീതിയിലുള്ള ഉരുപ്പടി വെച്ച് പണിത് ആ ഒരു അളവിൽ തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. സൈഡിൽ നിന്ന് പള്ളിയുടെ സൈഡിൽ ഒളു എടുത്തതിന് ശേഷം കയറി വരുന്ന ഇതാണ്. പിന്നെ നമ്മൾ ആ കണ്ടത് ഹൗളാണ്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു അറബി ലെറ്ററിങ് വരുന്നൊരു തടി കൊണ്ടുള്ള വർക്ക്, പള്ളിയുടെ ഇപ്പം നവീകരിച്ചിട്ടുള്ള പള്ളിയുടെ ബാക്ക് വശമാണ് നമ്മൾ കാണുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന കലവും അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ശില, പിന്നെ പള്ളിയുടെ ഫ്രണ്ട് വശം, ഇതാണ് പള്ളിയുടെ ഇപ്പോഴത്തെ നവീകരിച്ച പള്ളിയുടെ പുതിയ രൂപം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. റമളാനിൽ ചേരമാൻ ജുമാ മസ്ജിദിന് നോമ്പ് തുറക്കുന്ന ആ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നോമ്പ് തുറക്കാം, നോമ്പ് തുറക്കുന്നവർക്ക് സംഭാവന ചെയ്യാം, അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ പൂർണ്ണ രൂപം ഇതാണ്. ഈ പള്ളിയുടെ ഫ്രണ്ടിലാണ് അല്പമെങ്കിലും സ്ഥലമുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അടിയിൽ പണ്ട് ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചിട്ട് താഴെ ഇതേ രൂപത്തിൽ 2000-2500 പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്ന രീതിയിൽ പണിതിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ബേസ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് താഴെ പള്ളി പണിതിരിക്കുകയാണ്. പഴയ രൂപത്തിലുള്ള പള്ളി മുകളിലും. ഇനിയും ഒരു 200 വർഷങ്ങളോളം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ പള്ളി നിലനിൽക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെ ബാക്ക് വശത്തുള്ളൊരു കിണറാണ്, പണ്ട് ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന കിണറിൻ്റെയൊക്കെ ഒരു ഇപ്പം കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നൊരു കിണർ. അതുപോലെ കുളമാണ്, ക്ഷേത്രക്കുളങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പണ്ട് പണിത കുളം. അതുമൊക്കെ ഇന്നത്തെ ഒരു ന്യൂജൻ രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് ആ ഒരു സൈഡും ഒക്കെ കെട്ടി എല്ലാം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഒരു പച്ച കളർ കണ്ട് വെള്ളം, ഇതിൻ്റെ അകത്ത് ധാരാളം മത്സ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉള്ളുവൊക്കെ എടുക്കുന്നത് കുറവാണോ, ഉപയോഗിക്കാറുണ്ടോ എന്നും അറിയില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ആ ഉളുവിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൈപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് വശത്തെ കുളവും അതിനോട് ചേർന്നുള്ള ബാക്കി കാര്യങ്ങളും ഒക്കെ ഒരു 360 ഡിഗ്രിയിൽ നമ്മളൊന്ന് എടുത്തതാണ്. അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുമെല്ലാം പള്ളിയുടെ ഭാഗമാണ്. ഈ സ്ത്രീകൾക്കുള്ള നമസ്കാര സൗകര്യത്തിനുള്ള റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്, വിശ്രമ മുറികൾ. പിന്നെ പലരെയും അടക്കം ചെയ്തിരിക്കുന്ന ഖബറുകളും അവിടെ വെച്ചിരിക്കുന്ന മീസാൻ കല്ലുകളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഖബറിൻ്റെ ആ ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട വടക്ക് വശത്ത് ഖബർസ്ഥാനും പടിഞ്ഞാറ് വശത്ത് കുളവും തെക്ക് വശത്താണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡും വന്നിരിക്കുന്നത്. ഈ ഭാഗം പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നത് ഈ പള്ളി മുകളിലും താഴെ ജുമാ നമസ്കാരത്തിനായിട്ട് 2000-ൽ-അധികം പേർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന പുതിയ പള്ളിയാണ്. ജുമാ നമസ്കാരത്തിന് വേണ്ടി പണിതതാണ്. അപ്പോൾ ഇതുവഴിയാണ് പ്രവേശനം.
അതുവഴിയും നമുക്ക് ഇതേപോലെ 2 സൈഡിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിലാണ് ആ പുതിയ പള്ളിയുടെ അല്ല താഴത്തെ നിലയുടെ ഒരു നവീകരണം എന്ന് പറയാം. അപ്പോൾ ഇതാണ് യഥാർത്ഥ പള്ളി വരുന്നത്, ഇപ്പം നിലവിലുള്ള പള്ളിയുടെ ഭാഗം.